നമസ്കാരം. പ്രധാന വാർത്തകൾ. തെരുവുനായ ശല്യം രൂക്ഷം. വിദ്യാലയത്തിന് അവധി നൽകിയ അധികൃതർ. ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിലാണ് പട്ടി പ്രസവിച്ച് കിടക്കുന്ന സാഹചര്യത്തിൽ അവധി നൽകിയത്. മേഖലയിൽ തെരുവുനായ ശല്യം രൂക്ഷമായിട്ടും തിരിഞ്ഞു നോക്കാതെ പഞ്ചായത്ത് ഭരണാധികാരികൾ. സ്ലാബിടാത്ത കാന അപകടക്കെണി. 5 വർഷത്തോളമായി കുന്നത്തുകുളം റോഡിൽ യാത്രക്കാർ ഭീതിയിൽ. പരാതിയുമായി എത്തിയ പൊതുപ്രവർത്തകനെ പഞ്ചായത്ത് അധികൃതർ തിരിച്ചയക്കാൻ ശ്രമിച്ചതായി ആക്ഷേപം. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കുന്നംകുളം ഭദ്രാസനത്തിലെ മുതിർന്ന വൈദികനായ ജോൺ ഉറുമ്പിൽക്കോർ എപ്പിസ്കോപ്പ് നിര്യാതനായി. ഖബറടക്കം ചൊവ്വാഴ്ച ആർത്താറ്റ സെന്റ് മേരീസ് കത്തീഡ്രലിൽ. വാർത്തകൾ വിശദമായി. തെരുവുനായ ശല്യം രൂക്ഷം. വിദ്യാലയത്തിന് അവധി നൽകിയ അധികൃതർ. ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിലാണ് പട്ടി പ്രസവിച്ച് കിടക്കുന്ന സാഹചര്യത്തിൽ അവധി നൽകിയത്. മേഖലയിൽ തെരുവുനായ ശല്യം രൂക്ഷമായിട്ടും തിരിഞ്ഞു നോക്കാതെ പഞ്ചായത്ത് ഭരണാധികാരികൾ. മേഖലയിൽ കഴിഞ്ഞ ദിവസം 4 പേരെ തെരുവുനായ കടിച്ചു പരിക്കേൽപ്പിച്ചിരുന്നു. വിദ്യാലയത്തിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിക്കും സ്കൂൾ പരിസരത്ത് നിന്ന് തെരുവുനായുടെ കടിയേറ്റിരുന്നു. സ്കൂളിലേക്ക് സൈക്കിളിൽ വരുമ്പോഴായിരുന്നു സംഭവം. കുട്ടിയെ ഉൾപ്പെടെയുള്ളവരെ കടിച്ച തെരുവുനായയെ പിന്നീട് ചത്ത നിലയിൽ പരിസരത്ത് നിന്ന് കണ്ടെത്തുകയും പരിശോധനയിൽ പേവിഷബാധയുള്ളതായും സ്ഥിരീകരിച്ചു. ഈ സംഭവം മേഖലയിൽ ഭീതിജനമായ സാഹചര്യം സൃഷ്ടിച്ച ഘട്ടത്തിലാണ് കഴിഞ്ഞ ശനിയാഴ്ച സ്കൂളിലെ വാഹന ഷെഡിൽ പട്ടിയെയും പ്രസവിച്ച കുട്ടികളെയും കണ്ടെത്തിയത്. അക്രമാസക്തമായി കുരച്ചു ചാടുന്ന പട്ടി വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഭീഷണിയായി മാറിയതോടെ പട്ടിയെയും കുഞ്ഞുങ്ങളെയും വിദ്യാലയത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞായറാഴ്ച വിദഗ്ധരായ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ശ്രമം നടത്തിയിരുന്നു. എന്നാൽ ഇത് വിജയം കാണാത്ത സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികളുടെ സുരക്ഷ കണക്കിലെടുത്ത് പ്രധാന അധ്യാപിക ഷീജ ജോസ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്കും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്കും നൽകിയ അപേക്ഷ കണക്കിലെടുത്ത് സ്കൂളിന് തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചത്. ഈ നായ ഏതൊക്കെ നായ്ക്കളെ കടിച്ചിട്ടുണ്ടാവും നമുക്കറിയില്ല. അതുകൊണ്ട് കുട്ടികളെ സ്കൂളിൽ വരുത്തുന്നത് സുരക്ഷിതമല്ല എന്നുള്ള അർത്ഥത്തിലാണ് വകുപ്പിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അനുവാദത്തോടു കൂടിയിട്ട് ഇന്ന് അതുപോലെ PTA പ്രസിഡന്റിനും മറ്റു അനുവാദത്തോടു കൂടിയിട്ട് സ്കൂളിന് അവധി കൊടുത്തിരിക്കുന്നത്. ഇത് ഈ സ്ഥിതിക്ക് ശേഷം ഇന്ന് ഇവിടെ നിന്ന്, അതായത് പട്ടിയും കുട്ടികളെയും ഇന്ന് ഇവിടെ നിന്ന് മാറ്റാൻ സാധിച്ചില്ലെങ്കിൽ തുടർന്നുള്ള സ്കൂള് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്നുള്ള ആശങ്കയിലാണ് ഞങ്ങൾ അധ്യാപകരും PTA-കാരും. സംസ്ഥാനത്ത് തെരുവുനായ ശല്യം മൂലം വിദ്യാലയത്തിന് അവധി കൊടുക്കുന്ന ആദ്യ സംഭവമാണിത്. സ്ഥിതിഗതികൾ അതിരൂക്ഷമായിട്ടും പഞ്ചായത്ത് ഭരണാധികാരികളുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടികളും ഉണ്ടാകാത്തതിൽ പ്രദേശവാസികൾ കടുത്ത അമർഷത്തിലാണ്. എന്തു പറഞ്ഞാലും അനക്കല്ല. അവരവരുടേതായ കാര്യം മാത്രമുള്ള, അല്ലാതെ കണ്ട് നമ്മൾ പറയുന്ന കാര്യത്തിനോട് യോജിക്കില്ല. അവർ ഇതുവരെ യോജിച്ച് കണ്ടിട്ടില്ല. ഞാൻ എനിക്കൊരു 76 വയസ്സാവാനാണ് പോണത്. കുറച്ച് കാലത്തെ പരിചയങ്ങളുണ്ട്. മാറിസ്റ്റാരായാലും CPM ആയാലും UDF ആയാലും ആര് ഭരിക്കുകയായാലും ഞാനിപ്പോൾ ഒരു പാർട്ടിയെ കുറ്റം പറയല്ല. അപ്പോൾ അവർക്ക് ആ കാര്യത്തെക്കുറിച്ചൊരു അനക്കല്ല. അല്ലാതെ ഇതൊന്നും ഇങ്ങനെ വരില്ല. ഇവിടെ ആ പട്ടി പ്രസവിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടികളെ മാറ്റി ഒരു ശല്യമില്ലാത്ത തരത്തിലാക്കേണ്ടതാ അല്ലേ? അത് ചെയ്യുന്നില്ല അവർ. കുട്ടികളുടെ ജീവന് വില കൽപ്പിക്കാത്ത നിലപാടാണ് പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. 200ഓളം വിദ്യാർത്ഥികളുള്ള സ്കൂളാണിത്. വിദ്യാലയത്തിന് അവധി നൽകിയ സാഹചര്യത്തിൽ തെരുവുനായ ശല്യത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ തിരക്കുന്നതിന് കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ലോഫിരാജിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്കൂളിലെത്തിയിരുന്നു. പട്ടിയെയും പട്ടിക്കുട്ടികളെയും വിദ്യാലയ അങ്കണത്തിൽ നിന്ന് നീക്കാൻ പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടികൾ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ PTA ഭാരവാഹികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ പട്ടിക്കുട്ടികളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. താൽക്കാലികമായി പ്രശ്നം പരിഹരിച്ചതോടെ സ്കൂളിൽ ചൊവ്വാഴ്ച മുതൽ അധ്യയനം തുടരും. ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിന് അവധി നൽകാനിടയാക്കിയത് പഞ്ചായത്ത് ഭരണാധികാരികളുടെ കെടുകാര്യസ്ഥതയെന്ന് UDF ജനപ്രതിനിധികൾ. തെരുവുനായ ശല്യത്തെ തുടർന്ന് തിങ്കളാഴ്ച അവധി നൽകിയ ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂൾ സന്ദർശിച്ച ശേഷം CCTVയോട് പ്രതികരിക്കുകയായിരുന്നു ജനപ്രതിനിധികൾ. പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തുനിന്ന് പട്ടിയെയും കുഞ്ഞുങ്ങളെയും മാറ്റുന്നതിന് നടപടിയില്ലാതെ വന്നതോടെ കുട്ടികളുടെ രക്ഷിതാക്കളും നാട്ടുകാരും ചേർന്ന് പട്ടിക്കുഞ്ഞുങ്ങളെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റുകയായിരുന്നു. വിദ്യാലയത്തിന്റെ പ്രവർത്തനത്തെ പോലും ബാധിക്കുന്ന വിധത്തിൽ തെരുവുനായ ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കേണ്ട പഞ്ചായത്ത് ഭരണാധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടായ നിസ്സംഗത കുറ്റകരമാണെന്ന് വിദ്യാലയത്തിൽ സന്ദർശനം നടത്തിയ UDF ജനപ്രതിനിധികൾ ആരോപിച്ചു. പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ തെരുവുനായ ശല്യത്തെക്കുറിച്ച് നിരന്തരം വിഷയം ഉന്നയിച്ചിട്ടും പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ TO സെബി പറഞ്ഞു. നായ്ക്കൾക്കുള്ള ഷെൽട്ടർ ഹോമിന് സ്ഥലം കണ്ടെത്താനോ നിർമ്മാണം ആരംഭിക്കാനോ തയ്യാറായിട്ടില്ലെന്നും സെബി കൂട്ടിച്ചേർത്തു. ഇതിപ്പോൾ ഈ പട്ടി കുട്ടിയെ പിടിക്കാൻ തന്നെ ഡിലേ വന്നതാണ് ഇന്ന് സ്കൂൾ അടയ്ക്കേണ്ട സംവിധാനം ഉണ്ടായത്. അല്ലെങ്കിൽ അതിൽ ഇങ്ങനെ ഒരു പേവിഷ ഉണ്ട് എന്നുള്ള സ്ഥലത്ത് അങ്ങനെ സംവിധാനം വന്നിരുന്നുവെങ്കിൽ
ഇന്നത്തെ അധ്യയനം നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം നമുക്ക് ഒഴിവാക്കാൻ. പിന്നെ കുട്ടികളുടെ സുരക്ഷ കണക്കിലെടുത്ത് ടീച്ചർ പരാതി കൊടുത്തിരിക്കണം. ആ പരാതി കൊടുത്തിട്ട് ശനിയാഴ്ച കൊടുത്ത് നമുക്ക് എങ്ങനെയായാലും അതിന് നടപടിക്രമം ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചില്ല. അപ്പോൾ ടീച്ചർ അടുത്ത സ്റ്റെപ്പ് എയോലിക്കും ഡിയോലിക്കും ക്ലാസ് കൊടുത്തുനിന്ന് അവധി പ്രഖ്യാപിച്ചു. എത്ര ദിവസം നമുക്ക് വിദ്യാലയങ്ങൾ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും സാധിക്കാത്ത സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് സത്വര നടപടികൾ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാവണം. അതിന് കൂട്ടായ പരിശ്രമം ഞങ്ങൾ എല്ലാവരും ചെയ്യാൻ, മെമ്പർമാരാനും വ്യത്യാസമൊന്നുമില്ലാതെ ചെയ്യാൻ തയ്യാറുമാണ്. ആ നടപടിയിലേക്ക് മുന്നോട്ട് പോകണമെന്നാണ് പറയാനുള്ളത്. പ്രധാന അധ്യാപിക നൽകിയ പരാതിയിൽ യാതൊരു ഇടപെടലും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകാത്ത സാഹചര്യത്തിലാണ് എഇഒയ്ക്കും ഡിഇഒയ്ക്കും അപേക്ഷ നൽകേണ്ടി വന്നതെന്ന് ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആൻഡോ പോൾ വ്യക്തമാക്കി. പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തുനിന്ന് തികഞ്ഞ ഉദാസീനതയാണുണ്ടായത്. നായശല്യം പരിഹരിക്കാൻ ആത്മാർത്ഥമായ ശ്രമം ഉണ്ടായാൽ ഭരണപക്ഷത്തിന് എല്ലാ പിന്തുണയും നൽകാൻ തങ്ങൾ തയ്യാറാണെന്നും ആൻഡോ പോൾ കൂട്ടിച്ചേർത്തു. ഗുരുവായൂർ തൈക്കാട് തെരുവിൽ ബൈക്കിടിച്ച് കാൽനട യാത്രികയ്ക്ക് പരിക്കേറ്റു. ചിറ്റാട്ടുകര അരീക്കര വീട്ടിൽ രാധയ്ക്കാണ് പരിക്കേറ്റത്. രാവിലെ 7 മണിയോടെയായിരുന്നു അപകടം. മകന്റെ ഓട്ടോറിക്ഷയിൽ തൈക്കാട് തെരുവിൽ വന്നിറങ്ങിയതായിരുന്നു. റോഡിന് എതിർവശത്തുള്ള ഹോട്ടലിൽ ജോലിക്ക് പോകാനായി റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ ബൈക്കിടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ ആക്സ് പ്രവർത്തകർ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്ലാബിടാത്ത കാന അപകടക്കെടി. 5 വർഷത്തോളമായി കുന്നത്തുകുളം റോഡിൽ യാത്രക്കാർ ഭീതിയിൽ. പരാതിയുമായി എത്തിയ പൊതുപ്രവർത്തകനെ പഞ്ചായത്ത് അധികൃതർ തിരിച്ചയക്കാൻ ശ്രമിച്ചതായി ആക്ഷേപം. ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ കുന്നത്തുകുളം റോഡിന്റെ തുടക്കത്തിൽ കാനയ്ക്ക് സ്ലാബിടാത്തത് യാത്രക്കാർക്ക് വലിയ അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. പരാതി നൽകാൻ പഞ്ചായത്ത് ഓഫീസിലെത്തിയ പൊതുപ്രവർത്തകനെ ഇത്തരം പരാതികൾ പഞ്ചായത്ത് അംഗത്തിന് നൽകണം എന്ന് പറഞ്ഞ് പ്രസിഡന്റ് തിരിച്ചയക്കാൻ ശ്രമിച്ചതായും ആക്ഷേപമുണ്ട്. കൊരട്ടിക്കര സ്വദേശിയായ പൊതുപ്രവർത്തകൻ കോയാലിക്കൽ KH ഷാജിയാണ് പരാതിയുമായി പഞ്ചായത്ത് ഓഫീസിലെത്തിയത്. എന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിലപാടിനെ തുടർന്ന് അദ്ദേഹം പരാതി ഫ്രണ്ട് ഓഫീസിൽ നൽകി റിസീറ്റ് വാങ്ങി. 5 വർഷത്തോളമായി വീതി കുറഞ്ഞ കുന്നത്തുകുളം റോഡിൽ നടപ്പാതയില്ല. സംസ്ഥാന പാതയിൽ നിന്ന് കുന്നത്തുകുളം റോഡിലേക്ക് ഒരു വാഹനം കടന്നാൽ എതിർദിശയിൽ നിന്ന് വരുന്ന ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ നിർത്തിയിടേണ്ട സ്ഥിതിയാണ്. ഇങ്ങനെ നിർത്തുന്ന വാഹനങ്ങളിലെ യാത്രക്കാർ റോഡിലേക്ക് കാലുകുത്തുമ്പോൾ സ്ലാബില്ലാത്ത കാനയിലേക്ക് വീഴുന്നതും വാഹനം ഉൾപ്പെടെ മറിയുന്നതും പതിവാണെന്നും നാട്ടുകാർ പറയുന്നു. റോഡിന്റെ ഇരുവശത്തുമുള്ള കാനയ്ക്ക് സമീപം കുറ്റിച്ചെടികൾ വളർന്ന് കാടുപിടിച്ചതിനാൽ സ്ലാബിടാത്ത കാന കാഴ്ചയിൽപ്പെടില്ല. ഇത് കാരണം പല യാത്രക്കാരും മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ കാലുകുത്തി അപകടത്തിൽപ്പെടുന്നുണ്ട്. എത്രയും പെട്ടെന്ന് കുന്നത്തുകുളം റോഡിലേക്കുള്ള പാതയിലെ 15 മീറ്ററോളം നീളമുള്ള കാനയ്ക്ക് മുകളിൽ സ്ലാബിടണമെന്നും ഇതുവഴിയുള്ള കാൽനട യാത്രക്കാരുടെയും വാഹനയാത്രക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. കൂടാതെ സംസ്ഥാന പാതയിൽ പെരുമ്പിലാവ് മുതൽ കടവല്ലൂർ വരെയുള്ള ഭാഗങ്ങളിൽ KSTP റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള കാന നിർമ്മാണത്തിനിടെ പലയിടങ്ങളിലും സ്ലാബിടാത്തത് യാത്രക്കാർക്ക് വലിയ ഭീഷണി ഉയർത്തുന്നതായും പരാതിക്കാരൻ ചൂണ്ടിക്കാട്ടി. നമ്മൾ പഞ്ചായത്തിനോട് ആവശ്യപ്പെടുന്നത് ഈ കാനയ്ക്ക് സ്ലാബിടണമെന്നാണ്. ഇതുപോലെ തന്നെ KSTPയോടും നമ്മൾ പറയുന്നത് ഈ കാനയ്ക്കും സ്ലാബിടത്ത് ഇത് സുരക്ഷിതമാക്കണത്. നിരന്തരം ഇഷ്ടംപോലെ ഒരുപാട് വണ്ടികൾ പട്ടാമ്പി റോഡിലേക്ക് കണക്ട് ചെയ്യുന്നൊരു വഴിയാണ്. ഇവിടെ അതിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് പറയാം. ഇതിൻ്റെ വിഷയമായിട്ട് പഞ്ചായത്തിൽ ചെന്നപ്പോഴാണ് എനിക്ക് ഇത്തരം ഒരു മാനസികമായിട്ട് പ്രയാസം ഉണ്ടാകുന്ന രീതിയിൽ പഞ്ചായത്തിലെ പ്രസിഡന്റ് ഇവരൊക്കെ നമ്മളോട് പെരുമാറിയത്. നമ്മൾ ഇത്തരം ജനകീയ പ്രശ്നങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇവരെന്തിനാണ് ഇങ്ങനെ അസ്വസ്ഥരാവണമെന്ന് നമുക്ക് മനസ്സിലാവണില്ല. വളരെ പ്രയാസമുള്ള കാര്യമാണ്. കാരണം നമ്മളെപ്പോലുള്ള പൊതുപ്രവർത്തകർക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അല്ലേ ഇത് പ്രതികരിക്കാൻ പറ്റുള്ളൂ. അത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ട് അത് വളരെ ഗൗരവമായിട്ട്. പുന്നയൂർ അവിയൂർ കണ്ണഞ്ചിറയിൽ ഭീതി പരത്തി നീർനായക്കൂട്ടം വിഹരിക്കുന്നു. കനോലി കനാലിനോട് ചേർന്ന ഇടത്തോടുകളിലാണ് നീർനായക്കൂട്ടത്തെ കണ്ടെത്തിയത്. നിരവധി യാത്രക്കാർ രാത്രിയും പകലും വാഹനങ്ങളിലും കാൽനടയായും മറ്റും യാത്ര ചെയ്യുന്ന സ്ഥലം കൂടിയാണിത്. അവിയൂരിൽ നിന്ന് കണ്ടൂബസാർ തമ്പുരാൻപടി റോഡിലേക്ക് എളുപ്പത്തിലെത്താനും ഗുരുവായൂർ കുന്നംകുളം എന്നിവിടങ്ങളിലേക്കും പോകാൻ ഉപയോഗിക്കുന്ന റോഡിന്റെ സമീപത്തുള്ള ഇടത്തോട്ടിൽ നീർനായക്കൂട്ടത്തെ കണ്ടതോടെ പ്രദേശത്തെ ജനങ്ങൾ ഭീതിയിലാണ്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കുന്നംകുളം ഭദ്രാസനത്തിലെ മുതിർന്ന വൈദികനായ ജോൺ ഉറുമ്പിൽക്കോർ എപ്പിസ്കോപ്പ നിര്യാതനായി. 78 വയസ്സായിരുന്നു. ഖബറടക്കം ചൊവ്വാഴ്ച ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടക്കും. ഭദ്രാസനത്തിലെ സഭാപ്രവർത്തനങ്ങളിലും ആത്മീയ ശുശ്രൂഷകളിലും ദീർഘകാലം സജീവ സാന്നിധ്യമായിരുന്ന അദ്ദേഹം വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് മരണത്തിന് കീഴടങ്ങിയത്. ഇന്ന് ഉച്ചയ്ക്ക് 12:30 ഭൗതിക ശരീരം തൃശൂർ പുളാക്കലിലുള്ള കുടുംബ വീട്ടിലേക്ക് എത്തിച്ചു. തുടർന്ന് പ്രാരംഭ പ്രാർത്ഥനയും ഒന്നാം ശുശ്രൂഷയും നടന്നു.
തുടർന്ന് ഭൗതിക ശരീരം മാതൃഇടവകയായ പുളാക്കൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലേക്ക് കൊണ്ടുവന്ന് 2-3 ശുശ്രൂഷകൾ ദേവാലയത്തിൽ വെച്ച് നടത്തി. വൈകിട്ട് കുന്നംകുളത്തെ ഭവനത്തിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് സന്ധ്യാനമസ്കാരവും 4-5 ശുശ്രൂഷകളും ഒരുക്കി. ചൊവ്വാഴ്ച രാവിലെ 6:30 കുന്നംകുളം തെക്കേയങ്ങാടി സെന്റ് മത്യാസ് ഓർത്തഡോക്സ് പള്ളിയിലേക്ക് എത്തിക്കും. വിശുദ്ധ കുർബാനയും 6ാം ശുശ്രൂഷയും നടക്കും. രാവിലെ 9 മണിക്ക് നഗരി കാണിക്കൽ ആരംഭിച്ച് കുന്നംകുളം മെയിൻ റോഡ് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളി, ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പുത്തൻപള്ളി എന്നീ പള്ളികളിൽ യാത്ര ചോദിച്ചതിനു ശേഷം ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ എത്തിച്ചേരും. തുടർന്ന് 7-8 ശുശ്രൂഷകൾ നടക്കും. 11:30 സമാപന ശുശ്രൂഷയും തുടർന്ന് ഖബറടക്കവും നടത്തും. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കൊച്ചി ഭദ്രാസന മെത്രാപ്പോലിത്ത ഡോക്ടർ യാക്കോബ് മാർ ഐറേനിയോസ് മെത്രാപ്പോലിത്തയും മറ്റ് മെത്രാപ്പോലിത്തമാരും പ്രധാന കാർമ്മികത്വം വഹിക്കും. ശോശാമയാണ് ജോൺ ഉറുമ്പിൽക്കോർ എപ്പിസ്കോപ്പയുടെ ഭാര്യ. സിജി, സിൻസി, സിൽമി എന്നിവർ മക്കളും സനിൽ, ബോണി, മാത്യു എന്നിവർ മരുമക്കളുമാണ്. കടങ്ങോട് പഞ്ചായത്തിലെ ആധുനിക ശ്മശാനം പദ്ധതി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ഇടം സാംസ്കാരിക വേദി സെക്രട്ടറിക്ക് നിവേദനം നൽകി. പഞ്ചായത്തിന്റെ 2025-26 പദ്ധതിയിൽ ശ്മശാനം ആധുനികവൽക്കരിക്കുന്നതിനും 2026-27 പദ്ധതിയിൽ വാതകം ശ്മശാനമാക്കുന്നതിനും ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടെന്നും എന്നാൽ പദ്ധതി രേഖയിൽ മാത്രമായി കിടക്കുകയാണെന്നും നിർമ്മാണത്തിനാവശ്യമായ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും ഇടം പ്രവർത്തകർ പറഞ്ഞു. പഞ്ചായത്തിലെ ജനങ്ങൾ വലിയ തുക ചെലവാക്കി ദൂരെയുള്ള ശ്മശാനങ്ങളെയാണ് മൃതദേഹം സംസ്കാരത്തിനായി ആശ്രയിക്കുന്നതെന്നും ഗ്യാസ് ക്രെമിറ്റോറിയത്തിന്റെയും ഇതിലേക്കുള്ള റോഡുകളുടെയും നിർമ്മാണം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്നും ഇടം സാംസ്കാരിക വേദി ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് KR രാധിക, സെക്രട്ടറി KM അക്ബർ അലി, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ AM റഷീദ്, KA ഫരീദ് അലി, ഷൌക്കത്ത് കടങ്ങോട്, EK മിനി, നാസിമ സക്കീർ, നാരായണൻ കോടനാട് എന്നിവർ ചേർന്നാണ് നിവേദനം നൽകിയത്. കടങ്ങോട് പഞ്ചായത്തിലെ ശ്മശാനം അതിൻ്റെ പദ്ധതി അതിന് വകയിരുത്തിയിട്ടുണ്ട്. ആ പദ്ധതി പ്രകാരം ഉള്ള വർക്കുകൾ അവിടെ നടന്നു കാണുന്നില്ല. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് പണി തീർത്ത് സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ഇടം സാംസ്കാരിക വേദി ഒരു പരാതി ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വേലൂർ ചുങ്കം സെന്ററിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ കുറുനരി വാഹനം ഇടിച്ച് ചത്തു. പഞ്ചായത്ത് മെമ്പർ ബദുൽ സൈമന്റെ നിർദ്ദേശപ്രകാരം എരുമപ്പെട്ടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കുറുനരിയുടെ ജഡം നീക്കം ചെയ്തു. പരിസര പ്രദേശങ്ങളിൽ ധാരാളം കുറുക്കന്മാരും കുറുനരികളും ഉണ്ടെന്ന് സമീപവാസികൾ പറഞ്ഞു. നെല്ലുവായ് ഗ്രാമീണ വായനശാലയുടെയും ചിൽഡ്രൻസ് ഫിലിം ക്ലബ് സംസ്ഥാന സമിതിയുടെയും ആഭിമുഖ്യത്തിൽ പ്രശസ്ത സംവിധായകനും തിരക്കഥാകൃത്തുമായിരുന്ന ലോഹിതദാസിനെ അനുസ്മരിച്ചു. വായനശാല ഹാളിൽ നടന്ന ചടങ്ങ് ഏറെക്കാലം ലോഹിതദാസിനോടൊപ്പം പ്രവർത്തിച്ച അദ്ദേഹത്തിന്റെ ശിഷ്യനും പ്രശസ്ത സംവിധായകനുമായ അരവിന്ദൻ നെല്ലുവായ് ഉദ്ഘാടനം ചെയ്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി. വായനശാല പ്രസിഡന്റ് TK ശിവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തലപ്പള്ളി താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് NB ബിജു, ആർട്ട് ഡയറക്ടർ സുശാന്ത്, എരുമപ്പെട്ടി കൾച്ചറൽ അക്കാദമി കൺവീനർ ഉണ്ണികൃഷ്ണൻ, എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ, വായനശാല ഭരണസമിതി അംഗവും ഓട്ടൻതുള്ളൽ കലാകാരനുമായ പ്രദീപ് നമ്പീശൻ, ലൈബ്രറിയൻ സ്മിത എന്നിവർ സംസാരിച്ചു. തുടർന്ന് അങ്കിത ലോഹിതദാസ് സിനിമയിലെ ഗാനം ആലപിച്ചു. കവി അഹമ്മദ് മുയിനുദ്ദീന്റെ ഹൃദയം മുറിഞ്ഞൊരാളാണ് പുസ്തകം മറിക്കുന്നത് എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം നടന്നു. ഇരട്ടപ്പുഴ ഉദയ വായനശാല ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് VM മുഹമ്മദ് ഗസാലി പ്രകാശനം നിർവഹിച്ചു. ബീന ശശിധരൻ ഏറ്റുവാങ്ങി. വായനശാല പ്രസിഡന്റ് ആച്ചി ബാബു അധ്യക്ഷത വഹിച്ചു. മാധ്യമപ്രവർത്തകൻ KC ശിവദാസൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രസാദ് കാക്കശ്ശേരി പുസ്തകം പരിചയപ്പെടുത്തി. PV ദിലീപ് കുമാർ, മെഹർ ഹബ്രുഷ്, ഇർഷാദ് ചേറ്റുവ, സൈനുദ്ദീൻ ഇരട്ടപ്പുഴ, സബീഖ ഫൈസൽ, ആഷിദ് മുഹമ്മദ്, ഷൈനി ചാവക്കാട് എന്നിവർ സംസാരിച്ചു. അഹമ്മദ് മുയിനുദ്ദീൻ മറുപടി പ്രസംഗം നടത്തി. വായനശാല സെക്രട്ടറി വലീദ് തിരുവത്ത സ്വാഗതവും അനുഷ ജയൻ നന്ദിയും പറഞ്ഞു. തൊഴിയൂർ ഭദ്രാസന ദേവാലയത്തിലെ കാട്ടുമങ്ങാട്ടെ അബ്രഹാം മാർ കുറിലോസ് വലിയ ബാവയുടെ 224ാമത് ഓർമ്മ പെരുന്നാളിന് കൊടിയേറി. മലങ്കരയിലെ പ്രഥമ പരിശുദ്ധനും മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ സ്ഥാപക പിതാവുമായ കാട്ടുമങ്ങാട്ടെ അബ്രഹാം മാർ കുറിലോസ് വലിയ ബാവായുടെ 224ാമത് ഓർമ്മ പെരുന്നാളിന് സഭാ ആസ്ഥാനമായ തൊഴിയൂർ സെന്റ് ജോർജ് ഭദ്രാസന ഇടവക ദൈവാലയത്തിൽ സഭാപരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രോപൊലിത്ത കൊടിയേറ്റി. ജൂലൈ 9, 10 വ്യാഴം, വെള്ളി ദിവസങ്ങളിലാണ് പെരുന്നാൾ. വെള്ളിയാഴ്ച വൈകിട്ട് 3:30 കുന്നംകുളം സെന്റ് തോമസ് കുന്നത്തെ പള്ളിയിൽ നിന്നും തൊഴിയൂർ ഭദ്രാസന പള്ളിയിലെ കൂറിലോസ് ബാവയുടെ കബറിങ്കിലേക്കുള്ള പദയാത്ര ആരംഭിച്ച് വൈകിട്ട് 5 മണിക്ക് പരിശുദ്ധ കൂറിലോസ് ബാവമാർ തപസ് അനുഷ്ഠിച്ച അഞ്ഞൂർ മാർബഹനാം ചാപ്പലിൽ സമാപിക്കുന്നതും തുടർന്ന് കാൽനട ഘോഷയാത്ര ഭദ്രാസന പള്ളിയിൽ എത്തിച്ചേരും. തുടർന്ന് മെത്രോപൊലിത്തയുടെ അധ്യക്ഷതയിൽ ചേരുന്ന അനുസ്മരണ സമ്മേളനം ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ പരമാധ്യക്ഷൻ
ഡോക്ടർ സാമുവൽ മാർ തെയോഫിലോസ് മെത്രോപൊലിത്ത ഉദ്ഘാടനം ചെയ്യും. തൃശൂർ കൽദായ സുറിയാനി സഭയിലെ മോർ ഔഗിൻ കുര്യാക്കോസ് മെത്രോപൊലിത്ത മുഖ്യപ്രഭാഷണം നടത്തും. തുടർന്ന് പെരുന്നാൾ സന്ധ്യാനമസ്കാരവും പാവായുടെ കബറിങ്കൽ ധൂപപ്രാർത്ഥനയും ആശീർവാദവും അത്താഴവൂട്ടുമുണ്ടായിരിക്കും. കാർത്തിപ്പുള്ളി കുളത്തിലേക്കുള്ള വഴിയുടെ കാര്യം സംബന്ധിച്ച പരാതികളിൽ നടപടിയില്ല. വടക്കേക്കാട് പഞ്ചായത്ത് യോഗത്തിൽ നിന്ന് പ്രതിപക്ഷാംഗങ്ങൾ ഇറങ്ങിപ്പോയി. പഞ്ചായത്തിലെ 16-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന കാർത്തിപ്പുള്ളി കുളത്തിലേക്കുള്ള വഴിയുടെ കാര്യം സംബന്ധിച്ച ആക്ഷേപങ്ങൾക്ക് പ്രസിഡന്റ് വ്യക്തമായ മറുപടി നൽകിയില്ലെന്ന് ആരോപിച്ചാണ് 6 ഇടതുപക്ഷാംഗങ്ങൾ വോക്കൌട്ട് നടത്തിയത്. 50 ലക്ഷം രൂപ ചെലവിട്ടാണ് കുളം നവീകരിക്കുന്നത്. എന്നാൽ കുളത്തിലേക്കുള്ള വഴിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഭരണസമിതിക്കായിട്ടില്ല. കുളത്തിൽ നിന്നും സംസ്ഥാന പാതയോരത്തിന് സമീപത്തുള്ള തോട്ടിലേക്കുള്ള കാനയും അടഞ്ഞുകിടക്കുകയാണ്. ഇതിനു മുകളിലാണ് കുളത്തിന് സമീപത്തെ സ്ഥല ഉടമ ടർഫ് കോർട്ട് പണിതിട്ടുള്ളതെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിപക്ഷം കുളത്തിലേക്കുള്ള വഴി തുറന്നു കൊടുക്കണമെന്നും ആവശ്യപ്പെട്ടു. കുളത്തിന്റെ പണി 90% പൂർത്തിയായി 50 ലക്ഷത്തിൽ രൂപ മീതെ ചെലവാക്കലും കഴിഞ്ഞു. വടക്കേക്കാട് പഞ്ചായത്തിലത്തെ 99% ജനങ്ങൾക്കും ഇങ്ങനെ ഒരു കുളത്തിന്റെ നിർമ്മാണം നടക്കുന്നത് ഇതുവരെ അറിഞ്ഞിട്ടില്ല. കുളത്തിന്റെ പണി കഴിഞ്ഞു, കുളം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഉപയോഗിക്കാൻ പറ്റാത്ത വെച്ചാൽ കുളം അല്ലാതെ വളരെ ഭംഗിയായിട്ട് പണി നിർവഹിച്ചിട്ടുണ്ട്. പക്ഷേ കുളത്തിലേക്ക് വഴിയില്ല. വഴി ഇപ്പോഴും പറയണത് വഴി കുളത്തിലേക്ക് ശരിയാവും എന്നുള്ളതാണ് ഇപ്പോഴും പറയണത്. പക്ഷേ ഇതുവരെ വഴി ശരിയായിട്ടില്ല. അപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യാനായിട്ട് CPM-ന്റെ 6 മെമ്പർമാർ ഒപ്പിട്ട് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ബോർഡ് മീറ്റിംഗിൽ ഈ ചർച്ച വന്നിട്ടുള്ളത്. ചർച്ച വന്നപ്പോഴും പഞ്ചായത്ത് പ്രസിഡന്റ് പറയണത് കുളത്തിലേക്കുള്ള വഴി ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. 50 ലക്ഷം രൂപ ചെലവാക്കി 90% പണി പൂർത്തീകരിച്ച കുളത്തിലേക്കുള്ള വഴി ഇതുവരെ ശരിയാക്കാത്തതിൽ പ്രതിഷേധിച്ചിട്ടാണ് CPM-ന്റെ നേതൃത്വത്തിലുള്ള 6 മെമ്പർമാർ ഇറങ്ങി പോന്നിട്ടുള്ളത്. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇനി വരുന്ന ആളുകളിൽ ഇതായിട്ട് ബന്ധപ്പെട്ട് സമരം വളരെ ശക്തമാക്കാനാണ് തീരുമാനം. പുന്നേർകുളം പരൂർ സ്നേഹസംഘം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി കിണറുകൾ നിർമ്മിച്ചു നൽകി. വീട്ടിലെ വളപ്പിൽ ഉമ്മാവുത്ത പരൂർ ഞാലിൽ ജുമാ മസ്ജിദിന് വേണ്ടി വഖഫ് ചെയ്ത ഭൂമിയിലും കരിവളപ്പിൽ ജലീലിന്റെ വീട്ടുപറമ്പിലുമായാണ് 2 കിണറുകൾ നിർമ്മിച്ചത്. മഹൽ ഖത്തീബ് അഹമ്മദുൽ ഖബീർ സഖാഫി അൽ ഹിക്കമി അൽ അർഷാദി അണ്ടത്തോട് പ്രാർത്ഥന നിർവഹിച്ചു. സമർപ്പണ ചടങ്ങിൽ മഹൽ പ്രസിഡന്റ് മുഹമ്മദ് അലി ഹാജി, പരൂർ സെന്റർ പള്ളി ഇമാം നിജീബുദ്ദീൻ തുടങ്ങിയവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. വെള്ളവിതരണത്തിന്റെ ഉദ്ഘാടനം ഉസ്മാൻ വാലിത്തിയയിൽ നിർവഹിച്ചു. മഹൽ വൈസ് പ്രസിഡന്റ് ഹനീഫ ഹാജി, മനാഫ് വാക്കിലയിൽ, മനാഫ് പേരൂർ തുടങ്ങിയവർ സംസാരിച്ചു. വേലൂർ ചുങ്കം സെന്ററിൽ വീടിന്റെ ടെറസിൽ വലയിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയ പാമ്പിനെ പിടികൂടി. പുത്തിരി തോമസ് ഗുഡിന്റെ വീട്ടിലാണ് പാമ്പ് വലയിൽ കുടുങ്ങിയത്. പഞ്ചായത്ത് മെമ്പർ ബദുൽ സൈമന്റെ നേതൃത്വത്തിൽ പിടികൂടിയ പാമ്പിനെ സർപ്പ റെസ്ക്യൂ ഫോഴ്സ് സംഘം അഷ്റഫ് പഴവൂർ ഫോറസ്റ്റ് ഓഫീസിലേക്ക് കൊണ്ടുപോയി. എരുമപ്പെട്ടി ആറ്റത്ര സീനിയർ CLC-യുടെ നേതൃത്വത്തിൽ ജീവിതം ലഹരി സംഘടിപ്പിച്ചു. ബോധവൽക്കരണ സെമിനാർ, ലഹരി വിരുദ്ധ പ്രതിജ്ഞ എന്നിവയും നടത്തി. ആറ്റത്ര സീനിയർ CLC പ്രൊമോട്ടർ ഫാദർ ജോമോൻ മുരിങ്ങാത്തേരി ഉദ്ഘാടനം ചെയ്തു. ആനിമേറ്റർ മദർ ലിറ്റി ജോസഫ് CSS അധ്യക്ഷത വഹിച്ച യോഗത്തിൽ തൃശൂർ അതിരൂപത സീനിയർ CLC സെക്രട്ടറി ജെയ്സൺ AJ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അധ്യാപകനും മാധ്യമപ്രവർത്തകനുമായ AD ഷാജു മാസ്റ്റർ ബോധവൽക്കരണ സെമിനാർ നയിച്ചു. ആറ്റത്ര സീനിയർ CLC പ്രസിഡന്റ് അലക്സ്, കോർഡിനേറ്റർ സജി എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്തിൽ 1-ാം വാർഡിൽ പ്രതീക്ഷ എന്ന പേരിൽ പുതിയ അയൽക്കൂട്ടം രൂപീകരിച്ചു. ADS ചെയർപേഴ്സൺ സഫീന അസീസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വാർഡ് മെമ്പർ ഗോവിന്ദൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ ഷീജ സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. അയൽക്കൂട്ട ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. നാരങ്ങമിഠായി എന്ന പേരിൽ കുട്ടികളുടെ ബാലസഭയും രൂപീകരിച്ചു. മലങ്കര യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ അങ്കമാലി ഭദ്രാസനത്തിലെ മൂവാറ്റുപുഴ മേഖലയ്ക്ക് പുതിയ മെത്രാപ്പൊലിത്തയെ വാഴിക്കുന്നു. ഗബ്രിയേൽ റംബാൻ മലങ്കര സഭയുടെ ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് പ്രഥമൻ കാത്തോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ 2026 ജൂൺ 30 പുത്തൻകുരിശ് സെന്റ് അത്തനേഷ്യസ് കത്തീഡ്രലിൽ വെച്ച് അഭിഷിക്തനാകും. ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കത്തോലിക്ക ബാവ കാർമ്മികത്വം വഹിക്കുന്ന പ്രഥമ മെത്രാപ്പൊലിത്ത സ്ഥാനാരോഹണമാണ് ഇഗ്നാത്തിയോസ് അഫ്രൈം പാത്രിയാർക്കിസ് ബാവയുടെ നിർദ്ദേശാനുസരണം ചൊവ്വാഴ്ച സഭാ ആസ്ഥാനമായ പുത്തൻകുരിശിൽ നടക്കുക. ഗബ്രിയേൽ റംബാനെ മെത്രാപ്പൊലിത്തയായി വാഴിച്ച് തരണമെന്ന പള്ളി പ്രതിനിധി യോഗത്തിന്റെ ആവശ്യത്തിന് സഭാസമിതികളും മലങ്കരയിലെ എപ്പിസ്കോപ്പൽ സുന്നഹദോസും പരിശുദ്ധ പാത്രിയർക്കിസ് ബാവയും അംഗീകാരം നൽകുകയായിരുന്നു. ഓഗസ്റ്റ് 19 മുതൽ 22 വരെ തൃശൂരിൽ നടക്കുന്ന ഡിവൈഎഫ്ഐ 16ാമത് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ചാവക്കാട് ബ്ലോക്ക് തല സ്വാഗത സംഘം രൂപീകരിച്ചു. ഗുരുവായൂരിൽ നടന്ന സ്വാഗത സംഘം രൂപീകരണ യോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്തു.
ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് ഹസൻ മുബാറക് അധ്യക്ഷത വഹിച്ചു. സിപിഎം ഏരിയ സെക്രട്ടറി ടി ശിവദാസൻ, ചാവക്കാട് നഗരസഭാ ചെയർമാൻ എച്ച് അക്ബർ, ഡിവൈഎഫ്ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എറിൻ ആന്റണി, എം.ആർ. രാധാകൃഷ്ണൻ, വി അനൂപ്, കെ.ബി. വിവിധ്, ടി.വി. സുരേന്ദ്രൻ, എ.ഡി. ധനീബ, കെ.എം. അലി, ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം കെ.എസ്. അനൂപ് എന്നിവർ സംസാരിച്ചു. സ്വാഗത സംഘം ഭാരവാഹികളായി ചെയർമാൻ എൻ.കെ. അക്ബർ എം.എൽ.എ, കൺവീനർ എറിൻ ആന്റണി, ട്രഷറർ എച്ച് അക്ബർ എന്നിവരടങ്ങുന്ന 151 അംഗ എക്സിക്യൂട്ടീവ് സമിതിയെ യോഗത്തിൽ തെരഞ്ഞെടുത്തു. വിവിധ സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും മറ്റ് മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും അനുമോദിച്ചു. വിശദാംശങ്ങളിലേക്ക്. ചാലിശ്ശേരി ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വായനാ പക്ഷാചരണം, പി.എൻ. പണിക്കർ അനുസ്മരണ പ്രഭാഷണം, അനുമോദന സദസ്സ് എന്നിവ നടത്തി. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി.ആർ. കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. ചാലിശ്ശേരി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ആനി വിനു അധ്യക്ഷത വഹിച്ചു. സംസ്കൃത പണ്ഡിതനും ചൈതന്യ വായനശാല പ്രസിഡന്റുമായ ഡോക്ടർ ഇ.എൻ. ഉണ്ണികൃഷ്ണൻ പി.എൻ. പണിക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി. തുടർന്ന് SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. വായനശാല പ്രസിഡന്റ് ബാബു പി. ജോർജ്, സെക്രട്ടറി ഡോക്ടർ പ്രദീപ് ജേക്കബ്, ട്രഷറർ പി.എസ്. വിനു, സി.വി. ഷാബു, ടി.എം. ബഷീർ, ലൈബ്രറിയൻ ചെറി, പി.കെ. മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. വായനാ ദിനാചരണത്തോടനുബന്ധിച്ച് മണത്തല ബേബി റോഡ് പ്രസക്തി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയികളെ അനുമോദിച്ചു. കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. SSLC+2 വിജയികൾക്ക് ട്രോഫി നൽകി ആദരിച്ചു. 24-ാം വാർഡ് കൗൺസിലർ കരിമ്പൻ സന്തോഷ്, ഷീല അശോകൻ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി കെ.പി. അനിത സ്വാഗതവും ലൈബ്രറിയൻ ഡെയ്സി സുനിൽ നന്ദിയും പറഞ്ഞു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള സെന്റ് ജോർജ് കുടുംബ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പുലിക്കോട്ടിൽ ജോയിയുടെ വസതിയിൽ നടന്ന യോഗത്തിൽ ഇടവക വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ SSLC+2 മറ്റ് ഉന്നത വിജയം നേടിയ യൂണിറ്റ് അംഗങ്ങളെ അനുമോദിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് CM സജീവൻ, സെക്രട്ടറി KV ജോയ്, ട്രഷറർ PU എഡ്വി, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ CK ചെറിയാൻ, PK ജോയ്, LC തമ്പി, റെജി ജോയ്മോൻ എന്നിവർ സംസാരിച്ചു. പഴഞ്ഞി അരുവായി കൾച്ചറൽ അസോസിയേഷനും ഗ്രാമീണ വായനശാലയും ചേർന്ന് നടത്തിയ അനുമോദന സദസ്സ് കാട്ടക്കാമ്പാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ് ഉദ്ഘാടനം ചെയ്തു. കൾച്ചറൽ അസോസിയേഷൻ മേലാധികാരി സുനിൽ അരുവായി അധ്യക്ഷത വഹിച്ചു. പഴഞ്ഞി MD കോളേജ് മുൻ അധ്യാപകൻ ഡോക്ടർ ജിജി പോൾ കുട്ടികൾക്ക് വ്യക്തിത്വ വികസന ക്ലാസ് എടുത്തു. സെക്രട്ടറി AV വിനീഷ്, മുൻ വാർഡ് മെമ്പർ ജിഷ്ണു, പ്രദീപ് അരളിക്കൽ എന്നിവർ പ്രസംഗിച്ചു. SSLC+2 ബിരുദ വിജയികൾക്ക് ക്യാഷ് അവാർഡും ട്രോഫികളും നൽകി. CPM, DYFI, ചാവക്കാട്, മണത്തല നോർത്ത് കമ്മിറ്റികൾ സംയുക്തമായി സംഘടിപ്പിച്ച ചടങ്ങ് നഗരസഭ വൈസ് ചെയർപേഴ്സൺ ബിൻസി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ PI വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ MA റാങ്ക് ഹോൾഡർ MJ പാർവതി, CBSE+2 SSLC വിജയികളെ ഉപഹാരം നൽകി ആദരിച്ചു. CPM മണത്തല ലോക്കൽ സെക്രട്ടറി AA മഹേന്ദ്രൻ, ബ്രാഞ്ച് സെക്രട്ടറി അമർനാഥ്, DYFI യൂണിറ്റ് പ്രസിഡന്റ് KP രഞ്ജിത്ത്, CK ലളിത, സ്മൃതി മനോജ് എന്നിവർ സംസാരിച്ചു. വെസ്റ്റ് മങ്ങാട് ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ നടന്ന അനുമോദന യോഗം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് ഡെന്നീസ് മങ്ങാട് അധ്യക്ഷത വഹിച്ചു. പോർക്കുളം പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തമ്പി ജോബ്, പഞ്ചായത്ത് അംഗങ്ങളായ വിജിത പ്രജി, ഷംന റാഫി, വായനശാല നിർവാഹക സമിതി അംഗങ്ങളായ രജനി പ്രമൻ, പ്രമോദ് മാധവൻ, സമദ് എന്നിവർ സംസാരിച്ചു. വിവിധ പരീക്ഷകളിലെ വിജയികളെ CG രഘുനാഥ് ഉപഹാരം നൽകി ആദരിച്ചു. വായനശാല സെക്രട്ടറി PK മോഹൻദാസ് സ്വാഗതവും KS ശ്രേയ നന്ദിയും പറഞ്ഞു. കോൺഗ്രസ് മോലേപ്പാട് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങ് കാട്ടക്കാമ്പൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് MS മണികണ്ഠൻ മുഖ്യാതിഥിയായി. വാർഡ് പ്രസിഡന്റ് PK പ്രിൻസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ 15-ാം വാർഡ് മെമ്പർ സ്വപ്ന പ്രിൻസ്, ചൊവ്വന്നൂർ ബ്ലോക്ക് മെമ്പർ വിജയ ഗോപി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രാവൺ സിദ്ധാർത്ഥ്, MC പ്രഭു, പ്രിൻസ് മൂലേപ്പാട്, ജോയ് കുമാർ, സോണി സക്രിയ എന്നിവർ സംസാരിച്ചു. CPM നീണ്ടൂർ ബ്രാഞ്ച് നടത്തിയ ആദരവ് 2026 കുന്നംകുളം MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം മീന സാജൻ മുഖ്യാതിഥിയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KR സിമി, INL നേതാവ് സയ്യിദ് ഷബീൽ തങ്ങൾ, CPM പന്നിത്തടം ലോക്കൽ സെക്രട്ടറി ഫ്രാൻസിസ് കൊളന്നൂർ എന്നിവർ സംസാരിച്ചു. കുട്ടികൾക്കായി ഡോക്ടർ VC ബിനോജിന്റെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസും പ്രശസ്ത കരാട്ടെ താരം ബീഗം യാസ്മിൻ സ്വയം പ്രതിരോധ പരിശീലനവും നൽകി. പ്രദേശത്തെ നെൽകർഷകരെയും ക്ഷീരകർഷകരെയും
ദീർഘകാലം പ്രവാസികളായവരെയും വിവിധ മേഖലകളിലെ പ്രതിഭകളെയും വിദ്യാർത്ഥികളെയും MLA ട്രോഫി നൽകി ആദരിച്ചു. CPM നീണ്ടൂർ ബ്രാഞ്ച് സെക്രട്ടറി പ്രണവ് സത്യൻ സ്വാഗതവും ബ്രാഞ്ച് അംഗം EK മിനി നന്ദിയും പറഞ്ഞു. പോർക്കുളം ഗ്രാമപഞ്ചായത്ത് തല ശുചീകരണ യജ്ഞം നടന്നു. പഞ്ചായത്ത് ഓഫീസ് പരിസരവും കാനകളും വൃത്തിയാക്കലും പ്രതിജ്ഞയെടുക്കലുമാണ് നടന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് KA ജ്യോതിഷ് ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് തുഷാര സുബീഷ്, സ്ഥിരം സമിതി അംഗങ്ങളായ തമ്പി K ജോബ്, രേഖ ജയരാമൻ, മെമ്പർമാരായ P പ്രവീൺകുമാർ, K ഉണ്ണികൃഷ്ണൻ, ഷംന റാഫി, KP രമേശ്, പഞ്ചായത്ത് സെക്രട്ടറി മൈമുനത്ത്, ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രേംരാജ് തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് ഭരണസമിതിയും ആരോഗ്യ വിഭാഗവും ഹരിതകർമ്മ സേനാംഗങ്ങളും പഞ്ചായത്ത് ജീവനക്കാരും നേതൃത്വം നൽകി. ബ്രഹ്മകുളം സെന്റ് തോമസ് ദേവാലയത്തിൽ വിശുദ്ധ തോമസ് ലീഹായുടെ ഊട്ടുതിരുനാളിന് കൊടിയേറി. ഞായറാഴ്ച രാവിലെ ആദ്യ കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ ഡേവിസ് പനംകുളം കൊടിയേറ്റം നിർവഹിച്ചു. കൈക്കാരന്മാരായ റോണി സ്റ്റീഫൻ, AP ബാബു മാസ്റ്റർ, വിൻസെന്റ് പുലിക്കോട്ടിൽ, KJ ജിജോ, കൺവീനർ റോബിൻ വാഴപ്പിള്ളി, ഇടവകാംഗങ്ങളും സന്നിഹിതരായിരുന്നു. ചെറുമനേങ്ങാട് സുവിധം ഫൗണ്ടേഷൻ നടത്തിവരാറുള്ള നിർധനരായ കുടുംബങ്ങൾക്കുള്ള പെൻഷൻ വിതരണം ചെറുമനേങ്ങാട് ഗ്രാമീണ വായനശാലയിൽ നടത്തി. സുവിധം ഫൗണ്ടേഷൻ പ്രസിഡന്റ് മുരളി പാതിരക്കാട്ട്, സെക്രട്ടറി താഴ്ത്തുപുരയ്ക്കൽ ഗോപി, ഗജാഞ്ചി ഷാജി വലിയറ, വൈസ് പ്രസിഡന്റ് KK ഷാജൻ എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,110 രൂപ, പവന് 1,04,880 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 240 രൂപ. ചരമം. ദേശീയ അധ്യാപക അവാർഡ് ജേതാവും CPM നേതാവ് ബേബി ജോൺ മാസ്റ്ററുടെ സഹോദരിയുമായ എരനല്ലൂർ കൊള്ളന്നൂർ വർഗീസ് ഭാര്യ ലില്ലി ടീച്ചർ നിര്യാതയായി. 76 വയസ്സായിരുന്നു. സാഹിത്യ സാംസ്കാരിക രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു പരേത. സംസ്കാരം എരനല്ലൂർ പരിശുദ്ധ കൊന്തമാതാവിൻ പള്ളി സെമിത്തേരിയിൽ നടത്തി. ജാക്സൺ, ജിൽസൺ, ജസ്റ്റിൻ എന്നിവർ മക്കളാണ്. മന്നലാംകുന്ന് ജുമാഅത്ത് പള്ളി മുൻ ഖതീബ് MV കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാർ നിര്യാതനായി. 97 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് വിശ്രമജീവിതം നയിച്ചിരുന്ന കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാർ തിങ്കളാഴ്ച രാവിലെ 7 മരണപ്പെട്ടു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ചാവക്കാട് താലൂക്ക് പ്രസിഡന്റും മന്നലാംകുന്ന് മഹല്ല് സെക്രട്ടറി MK അബൂബക്കറിന്റെ പിതാവ് കൂടിയാണ് പരേതൻ. ഖബറടക്കം പിന്നീട് നടന്നു. കാട്ടകാമ്പാൽ സ്ട്രായിൽ കണ്ടംപുള്ളി സുരേന്ദ്രൻ നിര്യാതനായി. 60 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. അജിതയാണ് ഭാര്യ. കൃഷ്ണപ്രസാദ്, കൃഷ്ണപ്രിയ എന്നിവർ മക്കളാണ്. അകലാട് അഞ്ചാങ്കല്ലിന് പടിഞ്ഞാറ് ഭാഗം താമസിക്കുന്ന പരേതനായ പെരുമ്പറമ്പത്ത് അബുവിന്റെ മകളും പരേതനായ പുതിയ മാളിയേക്കൽ മൊയ്തീൻ ഹാജിയുടെ ഭാര്യയുമായ നിബീസു നിര്യാതയായി. 58 വയസ്സായിരുന്നു. ഖബറടക്കം അകലാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. ആത്തിക, സുഹൈൽ, റിഷാദ്, റുസ്വിദ എന്നിവർ മക്കളാണ്. ചാട്ടുകുളം ചിറ്റഞ്ഞൂർ മുളയ്ക്കൽ അച്യുതൻ ഭാര്യ സരോജിനി നിര്യാതയായി. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് കുന്നംകുളം നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടത്തും. മനോജ്, അശോകൻ, ജലജ, ജയ എന്നിവർ മക്കളാണ്. നെല്ലുവായ് തൂക്കത്ത് ശ്രീരാമൻ നിര്യാതനായി. 75 വയസ്സായിരുന്നു. ലതയാണ് ഭാര്യ. സന്തോഷ്, സവിത എന്നിവർ മക്കളാണ്. സംസ്കാരം ചൊവ്വാഴ്ച പാമ്പാടി ഐവർ മഠത്തിൽ നടത്തും. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. തെരുവ് നായ ശല്യം രൂക്ഷം. വിദ്യാലയത്തിന് അവധി നൽകിയ അധികൃതർ. ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിലാണ് പട്ടി പ്രസവിച്ച് കിടക്കുന്ന സാഹചര്യത്തിൽ അവധി നൽകിയത്. മേഖലയിൽ തെരുവ് നായ ശല്യം രൂക്ഷമായിട്ടും തിരിഞ്ഞു നോക്കാതെ പഞ്ചായത്ത് ഭരണാധികാരികൾ. സ്ലാബിടാത്ത കാന അപകടക്കെണി. 5 വർഷത്തോളമായി കുന്നത്തുകുളം റോഡിൽ യാത്രക്കാർ ഭീതിയിൽ. പരാതിയുമായി എത്തിയ പൊതുപ്രവർത്തകനെ പഞ്ചായത്ത് അധികൃതർ തിരിച്ചയക്കാൻ ശ്രമിച്ചതായി ആക്ഷേപം. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കുന്നംകുളം ഭദ്രാസനത്തിലെ മുതിർന്ന വൈദികനായ ജോൺ ഉറുമ്പിൽക്കോർ എപ്പിസ്കോപ്പ് നിര്യാതനായി. ഖബറടക്കം ചൊവ്വാഴ്ച ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രലിൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.